ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് പരിചയപ്പെടാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡാർക്ക് സൈക്കോളജി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഈ ഫാക്ട്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലവറൊക്കെ ഉണ്ടായിരിക്കുമല്ലേ, അപ്പോൾ അവൾ നിങ്ങളെ തേക്കാൻ ചാൻസ് ഉണ്ടോ, ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ അടുപ്പമുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയിൽ നിന്ന് നൈസിനൊന്ന് മൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ തേച്ചൊടിച്ച് ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു തേപ്പിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാർക്ക് സൈക്കോളജി കുറച്ച് ട്രിക്കുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, നിങ്ങളെ തേക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇവിടെ ഞാൻ അവളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവൾ നിങ്ങളെ എങ്ങനെയാണ് ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറേ ലക്ഷണങ്ങളുണ്ട്. ഡാർക്ക് സൈക്കോളജി പറയുന്ന ഒന്നാമത്തെ ലക്ഷണം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു 5 മിനിറ്റിൽ ഒതുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ പാർട്ട്ണർ എപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഹാപ്പിനെസ് ഒക്കെ പോയിട്ട് നമ്മൾ മുഖാമുഖം സംസാരിക്കുന്ന സമയത്ത് അവൾക്ക് നമ്മളോട് ഒരു ക്യൂരിയോസിറ്റി ഇല്ല, നമ്മളോട് ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല. വലിയ രീതിയിൽ കണ്ടു നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത്, എടി നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, വേണോ, എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് വരുന്നൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആലോചിക്കുക, പുള്ളിക്കാരിക്ക് ഒന്നെങ്കിലും വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതൊന്നാമത്തെ കാര്യം. ഫസ്റ്റ് കാര്യം, നിങ്ങളോട് ആ ഒരു ഇൻട്രസ്റ്റ്, പണ്ട് തോന്നിയ ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളോട് ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പണ്ട് നിങ്ങൾ രണ്ടുപേരും കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവാം. എപ്പോഴും നമുക്കറിയാം ലവേഴ്സ് ആകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യവും ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പക്ഷേ നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന സമയത്തോ അവൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യവും പറയുന്നില്ല. നോർമലി ഉള്ള ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ഫ്യൂച്ചറിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പാസ്റ്റിലെ കാര്യങ്ങളും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇപ്പം നടക്കുന്ന കാര്യം, എന്തുണ്ട്, ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം, ഒരു കാഷ്വലി ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നതെങ്കിൽ അവൾ വേറെ എന്തോ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ പണ്ടത്തെ അത്ര താല്പര്യമില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം, അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ മെസ്സേജസ്, കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള പല മെസ്സേജസിലും അപ്പോൾ അവളിൽ ഒരു അകലം കാണിക്കുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ഡിസ്റ്റൻസ് ഇടുന്നു. കുറച്ച് എല്ലാ കാര്യങ്ങളും ഒരു മെസ്സേജ് നമ്മൾ അയക്കുകയാണെങ്കിൽ ആ മെസ്സേജിനൊക്കെ ഡിലേ വരുന്നു. 1 വട്ടമല്ല 2 വട്ടമല്ല 3 വട്ടമല്ല കണ്ടിന്യൂസ് ഡിലേ വരുന്നു. പതിയെ പുള്ളിക്കാരി നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ വിചാരിക്കുക, പുള്ളിക്കാരിക്ക് ഒന്നെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ കാര്യം, നമ്മൾ ഓപ്പോസിറ്റ് നമ്മുടെ പെൺകുട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലവർ നിൽക്കുകയാണ്. അപ്പോൾ അവൾ നമ്മളെടുത്ത് നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവളിങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് ഫോണാണ്. അപ്പോൾ ഈ കേട്ട് ജസ്റ്റ് ഒന്ന് ചിരിക്കത്തില്ല, ആർട്ടിഫിഷ്യലായിട്ട് ഒന്ന് ചിരിച്ച ശേഷം ഫോൺ എടുത്തിട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, പിന്നെയും ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അവൾക്ക് ഒട്ടും നിങ്ങളിൽ കംഫർട്ടബിൾ അല്ല എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ പറയുന്ന കാര്യം അവൾ ഉൾക്കൊണ്ട പോലെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചിരിച്ച ശേഷം അവളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീൽ അവൾക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മനഃപൂർവ്വം അവിടെ മൈൻഡ് ഫോക്കസ് ചെയ്യാതെ മൈൻഡ് മാറ്റി അവൾ ഫോൺ വഴി ഫോണിലേക്ക് മൈൻഡ് ഔട്ടാക്കി തീർക്കുന്നത്, ഫോൺ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം നിങ്ങളവിടെ ആ ഒരു വാല്യൂ ഉള്ള പേഴ്സൺ അല്ല അവൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതായത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കും. കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പിന്നെ അവിടെ റിലേഷൻഷിപ്പിന് വലിയ പ്രസക്തി ഇല്ലല്ലോ. അതാണ് അടുത്ത കാര്യം. ഇനി എപ്പോഴും കണ്ടിന്യൂസ് നമ്മൾ നേരിട്ട് കാണുകയാണ്, അല്ലാതിരിക്കുകയാണ്, എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് ആർഗ്യുമെൻറ്റ്സ് പറയുന്നു, അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, നീ അതെന്താ, ഇതെന്താ, അങ്ങനെന്താ, ഇങ്ങനെന്താ, ഓവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഓവറായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു അടിയിൽ തുടങ്ങി എങ്ങനെയെങ്കിലും അകലാനായിട്ട് ശ്രമിക്കുന്ന
ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതി വെച്ചോ, നിങ്ങളെ തേക്കിയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാക്കി പിരിയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാതെ, പിരിഞ്ഞിട്ട് പിന്നെയും മിണ്ടുന്നു, വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, എന്നിട്ട് പകുതി വെച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ. ഇനി അവർ ഒരിക്കലും നോ ഫ്യൂച്ചർ, അവർക്ക് ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള തിങ്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ എന്തായിരിക്കും പ്രസൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി നമുക്ക് പെട്ടെന്നൊരു പണം, അതായത് എടി എനിക്ക് കുറച്ച് കയ്യിൽ പൈസ വന്നിട്ടുണ്ട്, നീ ഒന്ന് പുറത്ത് വരാമോ, എൻ്റെ കൂടെ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനുശേഷം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് ആ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും. കൊടുത്ത ശേഷം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കും. നമ്മുടെ ഉള്ളിൽ എന്താ, നമ്മൾ പൈസ എല്ലാം അവർക്ക് വേണ്ടി ചിലവാക്കിയെന്ന്. പക്ഷേ പൈസ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ ഒരു രീതിയിൽ മൈൻഡ് ചെയ്യത്തില്ല. പിറ്റേ ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ ആകും. കാരണം പൈസയ്ക്ക് വേണ്ടി മാത്രം, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്, ഒരു ATM മെഷീൻ പോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നുള്ളവരുണ്ടെങ്കിലും നൈസിൽ നിങ്ങൾ മൂവ് ചെയ്യുക. കാരണം പൈസ മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങളുടെ കയ്യിൽ പൈസ പോകുമ്പോഴത്തേക്ക് പിന്നെ അവരെ നിങ്ങളായിട്ട് ഒരു രീതിയിലും അവർ പിന്നെ കണക്ഷൻ വരത്തില്ല. അവർക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി ഒരു ATM മെഷീൻ പോലെ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്താണ്, ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കുക, ആ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടായോ എന്ന്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പൊതുവായിട്ട് നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഡാർക്ക് സൈക്കോളജിയിൽ പറയുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. ജനറൽ ആയിട്ടുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയുവാണ്. അതായത് നമ്മളൊരു പേഴ്സൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഇത് പാർട്ട്ണറല്ല, നമ്മുടെ ബിസിനസ് പാർട്ട്ണറോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളുടെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്ന് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കരുത്. ഇത് ജനറലായിട്ട് പറയുന്ന കാര്യമാണ്. അതായത് ഇരിക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കില്ല, ഹാൻഡ് ഷേക്ക് കൊടുക്കരുത്. നമ്മൾ എപ്പോഴും അയാൾ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കൈ കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ കൈ കൊടുക്കരുത്. അത് നമുക്ക് എന്താണ്, ഒരു ഗോൾഡൻ റൂളാണ്. ഒരു ഗോൾഡൻ 10 ഗോൾഡൻ റൂൾസിൽ ഉൾക്കൊള്ളുന്ന ഒരു റൂളാണ്. ഒരിക്കലും ഇരുന്നു കൊണ്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കരുത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു ചർച്ച നടക്കുകയാണ്, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലേലത്തിന് പിടിക്കുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യം നിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓഫർ എടുത്ത് പറയരുത്. നമ്മൾ ആദ്യം ഒരു കാര്യത്തിൽ, ഒരു ജോലിയിലോ ഒന്നിലും നമ്മൾ ആദ്യം ഓഫർ വെക്കരുത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കേട്ട ശേഷം മാത്രം ഓഫർ വെക്കാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു രഹസ്യം പറയുകയാണെങ്കിൽ ആ രഹസ്യം എപ്പോഴും നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കണം. ഇതൊരു ഗോൾഡൻ റൂളിലെ 3ാമത്തെ കാര്യമാണ്, ഒരു രഹസ്യം. ആ രഹസ്യം പരസ്യമാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, ഒരു കാര്യവും ആദ്യം ആവേശത്തോടെ ചെയ്യരുത്. ഒരു കാര്യം നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്യരുത്. എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എക്സ്പെക്റ്റ് ചെയ്യാതെ നോർമൽ രീതിയിൽ അങ്ങ് പോവുക. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ വിജയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഉപദേശങ്ങളുണ്ടെങ്കിൽ, അഡ്വൈസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കുക. നല്ല അഡ്വൈസ് ആണെങ്കിൽ സ്വീകരിക്കുക, മോശമായിട്ട് അഡ്വൈസ് ആണെങ്കിൽ കളയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യം, ഈ ഡാർക്ക് സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരാളെ മനസ്സിലാക്കുന്നത്, ഏതൊക്കെ മുദ്രാസ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാം, അവർ നമ്മളോട് ചീറ്റ് ചെയ്യുന്നു, ഇനി അവൻ നമ്മളോട് എങ്ങനെയാണ് ചീറ്റ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഡാർക്ക് സൈക്കോളജിയിൽ പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചിലതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആരോടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിലും നമ്മൾ ചിന്തിച്ചും കണ്ടും മാത്രം പെരുമാറുക. നമ്മൾ എപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ നമ്മളെ കൂർപ്പിച്ച് വെക്കുക. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഓപ്പോസിറ്റ് ഒരാൾ എന്താണ് പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട ശേഷം മാത്രം പ്രതികരിക്കാൻ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്റ്റും കാര്യങ്ങളും ഉള്ള ഒന്നാണ് ഡാർക്ക് സൈക്കോളജി. അപ്പോൾ ഡാർക്ക് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.